പ്രിയ ദൈവജനമേ, വചന സാക്ഷ്യം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, അപ്പസ്തോലന്മാരിലൂടെ സഭയെ നയിച്ചതുപോലെ ഇന്ന് ഞങ്ങളുടെ ഓരോ പ്രവൃത്തികളെയും അങ്ങയുടെ ദൈവിക ചൈതന്യത്താൽ നിയന്ത്രിക്കുകയും ശാക്തീകരിക്കുകയും ചെയ്യണമേ. തിരുസഭയുടെ അധികാരാതിർത്തികൾക്കുള്ളിൽ നിന്നുകൊണ്ട് വിശുദ്ധ കുർബാനയിലൂടെയും അപ്പസ്തോലിക പ്രബോധനങ്ങളിലൂടെയും ഞങ്ങളുടെ ആത്മീയ ജീവിതം ക്രിസ്തുവിൽ ആഴപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. രക്തസാക്ഷികളുടെ ധീരതയോടെ ക്രിസ്തുനാമത്തിന് സാക്ഷ്യം വഹിക്കുവാനും ലോകത്തിൻ്റെ പ്രതിസന്ധികളിൽ തളരാതെ സുവിശേഷത്തിൻ്റെ അജയ്യമായ പ്രകാശം പരത്തുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവായ ഈശോയുടെ രണ്ടാമത്തെ വരവിനായി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനും ആ നിമിഷത്തിനായി സകല ജനതകളെയും ഒരുക്കുവാൻ ഞങ്ങളെ ശുഷ്കാന്തിയുള്ള സുവിശേഷകരാക്കി തീർക്കണമേ. ഈ വചനവായന വിചിന്തന ധ്യാനത്തിലൂടെ ഞങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ വരവിനെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന വിശ്വസ്ത ദാസരായി മാറട്ടെ. മാറാനാഥ കർത്താവേ, വേഗം വരണമേ. ആമേൻ. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ അധ്യായം 5. അനനിയാസും സഫീറായും. അനനിയാസ് എന്നൊരാളും അവൻ്റെ ഭാര്യ സഫീറായും കൂടെ തങ്ങളുടെ പറമ്പ് വിറ്റു. വിലയുടെ ഒരു ഭാഗം അവൻ ഭാര്യയുടെ അറിവോടെ മാറ്റിവെച്ചു. ബാക്കി അപ്പസ്തോലന്മാരുടെ കാൽക്കൽ സമർപ്പിച്ചു. പത്രോസ് ചോദിച്ചു, അനനിയാസെ, പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനും പറമ്പിൻ്റെ വിലയുടെ ഒരംശം മാറ്റിവെക്കാനും സാത്താൻ നിൻ്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചതെന്ത്? പറമ്പ് നിൻ്റെ സ്വന്തമായിരുന്നില്ലേ? വിറ്റ് കിട്ടിയതും നിൻ്റെ അധീനതയിൽ ആയിരുന്നില്ലേ? ഈ പ്രവൃത്തി ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചതെന്താണ്? നീ വ്യാജം പറഞ്ഞ് മനുഷ്യനോടല്ല, ദൈവത്തോടാണ്. ഈ വാക്ക് കേട്ട ഉടനെ അനനിയാസ് നിലത്ത് വീണ് മരിച്ചു. ഇത് കേട്ടവരെല്ലാം ഭയവിഹ്വലരായി. ചെറുപ്പക്കാർ അവനെ വസ്ത്രത്തിൽ പൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയി സംസ്കരിച്ചു. ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞ് അവൻ്റെ ഭാര്യയും വന്നു. നടന്നതൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല. പത്രോസ് അവളോട് ചോദിച്ചു, ഈ തുകയ്ക്ക് തന്നെയാണോ നിങ്ങൾ പറമ്പ് വിറ്റത് എന്ന് എന്നോട് പറയുക? അവൾ പറഞ്ഞു, അതെ, ഈ തുകയ്ക്ക് തന്നെ. അപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിക്കാൻ നിങ്ങൾ ഒത്തുചേർന്നതെന്ത്? ഇതാ, നിൻ്റെ ഭർത്താവിനെ സംസ്കരിച്ചവരുടെ കാലൊച്ച വാതിലിന് പുറത്ത് കേൾക്കാം. അവർ നിന്നെയും കൊണ്ടുപോകും. തൽക്ഷണം അവൾ അവൻ്റെ കാൽക്കൽ മരിച്ചു വീണു. ചെറുപ്പക്കാർ അകത്ത് പ്രവേശിച്ചപ്പോൾ അവൾ മരിച്ചു കിടക്കുന്നത് കണ്ടു. അവർ അവളെ എടുത്തുകൊണ്ടുപോയി ഭർത്താവിന് സമീപം സംസ്കരിച്ചു. സഭ മുഴുവനിലും ഇത് കേട്ട എല്ലാവരിലും വലിയ ഭയമുണ്ടായി. അത്ഭുതങ്ങളും അടയാളങ്ങളും. അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. അവർ ഏകമനസ്സോടെ സോളമൻ്റെ മണ്ഡപത്തിൽ ഒന്നിച്ചു കൂടുക പതിവായിരുന്നു. മറ്റുള്ളവരിൽ ആരും തന്നെ അവരോട് ചേരാൻ ധൈര്യപ്പെട്ടില്ല. എന്നാൽ ജനം അവരെ ബഹുമാനിച്ചു പോന്നു. കർത്താവിൽ വിശ്വസിച്ച പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അവർ രോഗികളെ തെരുവീഥികളിൽ കൊണ്ടുവന്ന് കിടക്കകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും അവരിൽ ഏതാനും പേരുടെ മേൽ പതിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. അശുദ്ധാത്മാക്കൾ ബാധിച്ചിരുന്നവരെയും രോഗികളെയും വഹിച്ചുകൊണ്ട് ജനം ജെറുസലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് വന്നിരുന്നു. എല്ലാവർക്കും രോഗശാന്തി ലഭിച്ചു. കാരാഗ്രഹത്തിൽ നിന്ന് മോചനം. എന്നാൽ പ്രധാന പുരോഹിതനും അവനോട് ചേർന്ന് നിന്നിരുന്ന സദുക്കായ വിഭാഗവും അസൂയ നിറഞ്ഞ് അപ്പസ്തോലന്മാരെ പിടിച്ച് ബന്ധിച്ച് പൊതു കാരാഗ്രഹത്തിൽ അടച്ചു. രാത്രി കർത്താവിൻ്റെ ദൂതൻ കാരാഗ്രഹവാതിലുകൾ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് എല്ലാ ജനങ്ങളോടും നവജീവൻ്റെ ഈ വചനം പ്രസംഗിക്കുവിൻ. സംഘത്തിൻ്റെ മുമ്പിൽ. അവർ ഇത് കേട്ട് പ്രഭാതമായപ്പോൾ ദേവാലയത്തിൽ പ്രവേശിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. പ്രധാന പുരോഹിതനും അനുചരന്മാരും ഒന്നിച്ചുകൂടി ന്യായാധിപ സംഘത്തെയും ഇസ്രായേലിലെ എല്ലാ ജനപ്രമുഖന്മാരെയും വിളിച്ചുകൂട്ടുകയും തടവുകാരെ കൊണ്ടുവരാൻ ജയിലിലേക്ക് ആളയക്കുകയും ചെയ്തു. ആ സേവകർ കാരാഗ്രഹത്തിൽ ചെന്നപ്പോൾ അവരെ അവിടെ കണ്ടില്ല. അവർ തിരിച്ചു വന്ന് വിവരമറിയിച്ചു. കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ ഭദ്രമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നതും പടയാളികൾ കാവൽ നിൽക്കുന്നതും ഞങ്ങൾ കണ്ടു. എന്നാൽ വാതിൽ തുറന്നപ്പോൾ അകത്ത് ആരെയും കണ്ടില്ല. ഇത് കേട്ടപ്പോൾ ദേവാലയ സേനാധിപനും പുരോഹിത പ്രമുഖന്മാരും ഇതിൻ്റെ പര്യവസാനം എന്തായിരിക്കുമെന്ന് ചിന്തിച്ച് അവരെപ്പറ്റി സംഭ്രാന്തരായി. അപ്പോൾ ഒരാൾ വന്ന് അവരോട് പറഞ്ഞു, ഇതാ, നിങ്ങൾ കാരാഗ്രഹത്തിലടച്ച മനുഷ്യർ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ജനങ്ങളെ പഠിപ്പിക്കുന്നു. അപ്പോൾ സേനാധിപൻ സേവകരോട് കൂടെ ചെന്ന് ബലപ്രയോഗം കൂടാതെ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുവന്നു.
കാരണം ജനങ്ങൾ തങ്ങളെ കല്ലെറിയുമോ എന്ന് അവർ ഭയപ്പെട്ടിരുന്നു. അവർ അവരെ കൊണ്ടുവന്ന് സംഘത്തിൻ്റെ മുമ്പിൽ നിർത്തി. പ്രധാന പുരോഹിതൻ അവരോട് പറഞ്ഞു, ഈ നാമത്തിൽ പഠിപ്പിക്കരുതെന്ന് ഞങ്ങൾ കർശനമായി കൽപ്പിച്ചിരുന്നല്ലോ. എന്നിട്ടും നിങ്ങൾ നിങ്ങളുടെ പ്രബോധനം കൊണ്ട് ജെറുസലേം നിറച്ചിരിക്കുന്നു. ഈ മനുഷ്യൻ്റെ രക്തം ഞങ്ങളുടെ മേൽ ആരോപിക്കാൻ നിങ്ങൾ ഉദ്യമിക്കുകയും ചെയ്യുന്നു. പത്രോസും അപ്പസ്തോലന്മാരും പ്രതിവചിച്ചു, മനുഷ്യരെക്കാൾ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ഇസ്രായേലിന് അനുതാപവും പാപമോചനവും നൽകാൻ ദൈവം അവനെ നാഥനും രക്ഷകനുമായി തൻ്റെ വലതുഭാഗത്തേക്ക് ഉയർത്തി. ഈ സംഭവങ്ങൾക്ക് ഞങ്ങൾ സാക്ഷികളാണ്. തന്നെ അനുസരിക്കുന്നവർക്ക് ദൈവം പ്രദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവ് ഇതിന് സാക്ഷിയാണ്. ഗമാലിയേൽ ഇടപെടുന്നു. ഇത് കേട്ടപ്പോൾ അവർ ക്ഷുഭിതരാവുകയും അപ്പസ്തോലന്മാരെ വധിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ നിയമോപദേഷ്ടാവും സകലർക്കും ആദരണീയനുമായ ഗമാലിയേൽ എന്ന ഫരിസേയൻ സംഘത്തിൽ എഴുന്നേറ്റ് നിന്ന് അവരെ കുറച്ചു സമയത്തേക്ക് പുറത്തു നിർത്താൻ ആവശ്യപ്പെട്ടു. അനന്തരം അവൻ പറഞ്ഞു, ഇസ്രായേൽ ജനങ്ങളെ, ഈ മനുഷ്യരോട് എന്തു ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത് സൂക്ഷിച്ചു വേണം. കുറേ നാളുകൾക്ക് മുമ്പ് താൻ ഒരു വലിയവനാണെന്ന ഭാവത്തിൽ തെവുദാസ് രംഗപ്രവേശം ചെയ്തു. ഏകദേശം 400 പേർ അവൻ്റെ കൂടെ ചേർന്നു. എന്നാൽ അവൻ വധിക്കപ്പെടുകയും അവൻ്റെ അനുയായികൾ ചിതറുകയും നാമാവശേഷമാവുകയും ചെയ്തു. അനന്തരം കാനേശുമാരിയുടെ കാലത്ത് ഗലീലിയനായ യൂദാസ് പ്രത്യക്ഷപ്പെട്ട് കുറേ പേരെ ആകർഷിച്ച് അനുയായികളാക്കി അവനും നശിച്ചുപോയി. അനുയായികൾ തൂത്തെറിയപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക, അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക. കാരണം ഈ ആലോചനയും ഉദ്യമവും മനുഷ്യരിൽ നിന്നാണെങ്കിൽ പരാജയപ്പെടും. മറിച്ച് ദൈവത്തിൽ നിന്നാണെങ്കിൽ അവരെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. മാത്രമല്ല, ദൈവത്തെ എതിർക്കുന്നവരായി നിങ്ങൾ എണ്ണപ്പെടുകയും ചെയ്യും. അവർ അവൻ്റെ ഉപദേശം സ്വീകരിച്ചു. അവർ അപ്പസ്തോലന്മാരെ അകത്ത് വിളിച്ച് പ്രഹരിച്ചതിന് ശേഷം യേശുവിൻ്റെ നാമത്തിൽ സംസാരിച്ചു പോകരുതെന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. അവരാകട്ടെ യേശുവിൻ്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിൻ്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി. എല്ലാ ദിവസവും ദേവാലയത്തിൽ വെച്ചും ഭവനം തോറും ചെന്നും യേശുവാണ് ക്രിസ്തു എന്ന് പഠിപ്പിക്കുന്നതിലും പ്രസംഗിക്കുന്നതിലും നിന്ന് അവർ വിരമിച്ചില്ല. പ്രിയ ദൈവജനമേ, നമുക്ക് അല്പസമയം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 5-ാം അധ്യായത്തെക്കുറിച്ച് ചിന്തിക്കാം. ആദ്യകാല സഭ ജെറുസലേമിൽ വളർന്നു വരുന്ന നിർണായകമായ ഒരു ചരിത്ര പശ്ചാത്തലമാണ് ഈ അധ്യായത്തിൽ നാം കാണുക. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തിയാൽ അപ്പസ്തോലന്മാർ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചിരുന്ന കാലമായിരുന്നു അത്. എന്നാൽ ഈ വളർച്ചയ്ക്കിടയിലും സഭയ്ക്കുള്ളിൽ സ്വാർത്ഥതയും വഞ്ചനയും കടന്നുകൂടാൻ ശ്രമിക്കുന്നതായി അനന്യാസിൻ്റെയും സഫീറായുടെയും സംഭവത്തിലൂടെ നാം മനസ്സിലാക്കുന്നു. ബാഹ്യമായ പീഡനങ്ങളെക്കാൾ ഉപരിയായി സഭയുടെ വിശുദ്ധിയെ തകർക്കാൻ ശ്രമിക്കുന്ന ആഭ്യന്തര തിന്മകളെ പിതാവായ ദൈവം വളരെ ഗൗരവമായി കാണുന്നു എന്നതാണ് ഈ അധ്യായത്തിൻ്റെ കാതൽ. ദൃശ്യമായ സഭയുടെ അധികാരവും അച്ചടക്കവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നതാണെന്ന് ഈ വചനഭാഗം നമ്മെ ബോധ്യപ്പെടുത്തട്ടെ. ക്രിസ്തുവിൻ്റെ സാക്ഷികളാകാൻ വിളിക്കപ്പെട്ടവർ പൂർണ്ണ ഹൃദയത്തോടെ സത്യത്തിൽ നിലനിൽക്കണമെന്ന വലിയ സന്ദേശമാണ് ഇവിടെ നൽകപ്പെടുന്നത്. സഭയുടെ കെട്ടുറപ്പിന് ആത്മീയ സത്യസന്ധത അനിവാര്യമാണെന്ന് ചരിത്രപരമായ ഈ പശ്ചാത്തലം നമ്മെ പഠിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും അവിടുന്ന് നൽകുന്ന ശാക്തീകരണവുമാണ് ഈ അധ്യായത്തിൽ ഉടനീളം നാം ദർശിക്കുന്നത്. പത്രോസിൻ്റെ നിഴൽ വീഴുമ്പോൾ പോലും രോഗികൾ സുഖം പ്രാപിക്കുന്നത് ദൈവാരൂപിയുടെ അസാധാരണമായ സാന്നിധ്യത്തിൻ്റെ തെളിവാണ്. സഭയുടെ കുദാശപരമായ ജീവിതത്തിൻ്റെയും ആരാധനയുടെയും തുടക്കം അപ്പസ്തോലന്മാരുടെ ഈ അധികാരത്തിലൂടെയാണ് പ്രകടമാകുന്നത്. മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കണം എന്ന പത്രോസിൻ്റെ പ്രഖ്യാപനം സഭയുടെ അചഞ്ചലമായ വിശ്വാസ ബോധ്യത്തെ കാണിക്കുന്നു. സത്യത്തിനു വേണ്ടി നിലകൊള്ളുമ്പോൾ നേരിടേണ്ടി വരുന്ന പീഡനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് അവരെ പ്രാപ്തരാക്കി. ഇന്ന് നിങ്ങളും ഞാനും വിളിക്കപ്പെട്ടിരിക്കുന്നത് രക്തം ചിന്തിയുള്ള രക്തസാക്ഷിത്വത്തിനല്ലെങ്കിലും ലോകത്തിൻ്റെ മൂല്യങ്ങൾക്കെതിരെ സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്ന ദൈനംദിന രക്തസാക്ഷിത്വത്തിന് വേണ്ടിയാണ്. അനുദിന ജീവിതത്തിലെ ചെറിയ പ്രലോഭനങ്ങളെ അതിജീവിച്ച് ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ ഈ അധ്യായം
നമ്മെ വെല്ലുവിളിക്കുന്നു. സഭ ഓരോ ശുശ്രൂഷയും ദൈവഹിതത്തിന് കീഴ്പ്പെട്ടിരിക്കണമെന്ന വലിയ പാഠം ഇതിലൂടെ വെളിപ്പെടുന്നു. അനന്യാസിൻ്റെയും സഫീറായുടെയും പതനം പാപത്തോടുള്ള ദൈവത്തിൻ്റെ കഠിനമായ വിധി ദർശനത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. സഭയുടെ വിശുദ്ധിയെ കളങ്കപ്പെടുത്തുന്ന അനീതിയെയും വഞ്ചനയെയും ദൈവം വെറുക്കുന്നുവെന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നു. ആധുനിക ലോകത്തിലെ സ്വാർത്ഥതയ്ക്കും കാപട്യത്തിനുമെതിരെയുള്ള ഒരു വലിയ മുന്നറിയിപ്പ് കൂടിയാണിത്. എങ്കിലും ഈ വിധി ദർശനത്തിനിടയിലും ദൈവത്തിൻ്റെ കരുണയും പ്രത്യാശയും അത്ഭുതകരമായ രോഗശാന്തികളിലൂടെയും വിടുതലിലൂടെയും വെളിപ്പെടുന്നുണ്ട്. ജയിലിൽ അടയ്ക്കപ്പെട്ട അപ്പസ്തോലന്മാരെ ദൈവദൂതൻ വഴി മോചിപ്പിക്കുന്നത് തൻ്റെ ദാസന്മാരെ ദൈവം കൈവിടില്ല എന്ന ഉറപ്പാണ് നമുക്കും നൽകുന്നത്. സഭയുടെ ദൗത്യം ദൈവത്തിൻ്റെ സംരക്ഷണയിൽ സുരക്ഷിതമാണെന്ന് ഈ വചനഭാഗം നമ്മെ ആശ്വസിപ്പിക്കുന്നു. പാപികളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ദൈവകൃപ സഭയിലെപ്പോഴും സജീവമാണെന്ന് നാം തിരിച്ചറിയണം. ദൈവത്തിൻ്റെ നീതിയും കരുണയും ഒരേപോലെ ഒഴുകുന്ന ഇടമാണ് സഭയെന്ന് ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചുള്ള വലിയൊരു പ്രതീക്ഷയും ഈ അധ്യായം വിശ്വാസികളായി നമുക്ക് നൽകുന്നുണ്ട്. ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ ദൈവദൂതർ പറഞ്ഞതുപോലെ അവിടുന്ന് മടങ്ങി വരുമെന്ന ബോധ്യം ആദ്യകാല സഭയെ വലിയ ആവേശത്തോടെ സുവിശേഷം പ്രസംഗിക്കാൻ പ്രേരിപ്പിച്ചു. എല്ലാ ജനതകളെയും അവിടുത്തെ ഭരണത്തിന് കീഴിലാക്കാനുള്ള സഭയുടെ ദൗത്യം സമയത്തോടുള്ള ഒരു മത്സരമാണെന്ന് നാം ഓർക്കണം. അന്തിമമായ വിധിക്ക് മുൻപായി ലോകത്തിൻ്റെ അതിരുകളോളം ക്രിസ്തുവിൻ്റെ സ്നേഹം എത്തിക്കാൻ നാം ഓരോരുത്തരും കടപ്പെട്ടവരാണ്. നാം അത് ചെയ്യുന്നുണ്ടോ എന്ന് ഈ നിമിഷം പുനർപരിശോധിക്കാം. അപ്പസ്തോലന്മാർ കാണിച്ചു തന്ന ആ തീക്ഷ്ണതയോടെ ജീവിക്കാൻ ഈ വചനഭാഗം നമ്മെ പ്രചോദിപ്പിക്കട്ടെ. നമ്മുടെ ജീവിതവും പ്രവർത്തനങ്ങളും കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങിയിരിക്കുന്ന ഒന്നായിരിക്കണം. പ്രത്യാശയോടെയും വിശ്വാസത്തോടെയും മുന്നേറാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ വചനം തടയപ്പെടാൻ ആർക്കും സാധിക്കില്ലെന്ന ബോധ്യത്തോടെ നമുക്ക് നമ്മുടെ വിശ്വാസയാത്ര ഒരുമിച്ച് തുടരാം. സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും തൻ്റെ പുത്രൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറയ്ക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.